ഈ പ്രാവശ്യം എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും അടിച്ച് പൊളിക്കുന്ന ഒരു ഓണപ്പരിപാടി ഉണ്ടാവത്തില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെയാണ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഈ പ്രാവശ്യം ഈ പള്ളിയിലെ പരിപാടി കിട്ടിയത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഇടവകനെക്കാട്ടിലും ഞാനിപ്പോൾ പോകുന്നത് കാസർഗോഡത്തെ എൻ്റെ പള്ളിയിലാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ പോകാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളെങ്കിലും മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാണ് അവിടെ മൊത്തത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാ ഞായറാഴ്ചയും കുറച്ച് സമയമൊക്കെ പോയി അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്യുന്നത് സമയം. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാത്ത ആൾക്കാരാണ് എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. ബട്ട് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് വി ആർ ലൈക്ക് എ ഫാമിലി. സത്യമായിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഭയങ്കര എത്ര പേരുണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തുന്നു, ഇതൊന്നും അല്ല നമ്മുടെ സന്തോഷം, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ കൂടി നമുക്ക് എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും കരുതലൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരൊറ്റ ദിവസം ഫുൾ അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ സദ്യയിലെ ഓരോ കറികളും ഓരോ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കറികൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ആ ഒരു സ്നേഹം കരുതലൊക്കെയാണ്. സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു.